അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. രാഹുൽ ഈശ്വർ ജയിലിൽ തുടരും. കസ്റ്റഡി അപേക്ഷ 10-ന് പരിഗണിക്കും. സനിസ ശോഭ ചന്ദ്രവിനങ്ങൾ നൽകും. സനിസ, എന്തൊക്കെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് ഇപ്പോൾ? അനീഷ, പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ജാമ്യം നൽകിയാൽ രാഹുൽ ഈശ്വർ കുറ്റകൃത്യം ആവർത്തിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം. ഇത്തരത്തിൽ രാഹുൽ ജയിലിൽ തുടരണം, രാഹുലിന് ജാമ്യമില്ല എന്നാണ് അഡീഷണൽ സെക്ഷൻ കോടതി, മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ 10-നായിരിക്കും പരിഗണിക്കുക. രാഹുൽ നിലവിൽ ആരോഗ്യനില ഈ നിരാഹാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ 10-ന് കോടതിയിൽ രാഹുൽ ഹാജരാകണം. അതിനുവേണ്ടി പ്രൊട്ടക്ഷൻ വാറന്റും കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ വാറന്റും കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുവരെ അന്വേഷണം നടന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതിയുടെ നിസ്സഹകരണവും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി അപേക്ഷ അടക്കം പരിഗണിക്കുന്നത്. കൂടാതെ തന്നെ ഈ അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി വ്യക്തമായതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജാമ്യം തള്ളിയിരിക്കുന്നത്. അനീഷ, സരിസ, രാഹുലിന് മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലേ? അനീഷ, ഇന്നലെ തന്നെ സംഭവിച്ചു. ഇന്നലെ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ജില്ലാ സെക്ഷൻ കോടതിയിലും കൂടാതെ തന്നെ അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിലും ഹർജി നൽകുന്ന ഒരു സാഹചര്യമാണ്. ഒരേ കോടതിയുടെ കീഴിൽ തന്നെ 2 ബെഞ്ചുകളിലായിട്ട് ഹർജി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കോടതിയെയും നിയമത്തെയും അവഹേളിക്കുന്ന തരത്തിലാണെന്ന നിരീക്ഷണം അടക്കം വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ സെക്ഷൻ കോടതിയിലെ ഹർജി തള്ളിയത്, ഇത്തരത്തിൽ ജാമ്യാപേക്ഷ തള്ളിയത്. തുടർന്നാണ് ഇന്ന് അഡീഷണൽ സെക്ഷൻ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അത്തരത്തിൽ ഒരു കേസിൽ നിസ്സഹകരണം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി രാഹുൽ പുറത്തുപോയാൽ ഉണ്ട് എന്ന ഒരു നിരീക്ഷണം കൂടി കോടതിക്കുണ്ട്. പക്ഷേ രാഹുൽ അപ്പോഴും ഈ വീഡിയോകൾ പിൻവലിക്കാമെന്ന അടക്കം ഉള്ള വാദം മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ജാമ്യം നിഷേധിക്കുകയായിരുന്നു. അനീഷ.